തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുള്ള നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഷീജ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഷീജ, നമ്മളെ ആകെ മണിക്കൂറുകൾ ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ തെരഞ്ഞു നടക്കുകയായിരുന്നു. അന്നത്തെ ദിവസം കേരളം ആകെ ഞെട്ടി, കേരളത്തിന്റെ മനസാക്ഷി ഉലഞ്ഞുപോയ ഒരു ദിവസമായിരുന്നു. ആ 2.5 വയസ്സുള്ള പെൺകുട്ടിയോട് ആ നരാധമൻ കാണിച്ച ക്രൂരകൃത്യങ്ങളുടെ ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അതിന്റെ സങ്കടങ്ങൾ, ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഏതായാലും പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കോടതി വിധിച്ചിട്ടുള്ളത്. തീർച്ചയായും വിധിഷേധം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2024 ഫെബ്രുവരി 19 നമ്മുടെ നാടിനെ നടത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു. 2.5 വയസ്സുള്ള ആ കുഞ്ഞിനെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒപ്പം, അതായത് ചാക്ക റെയിൽവേ പാലത്തിന് സമീപത്തായിട്ടാണ് ഇവർ നാടോടികൾ ഒരുമിച്ച് താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അത് അത്രത്തോളം വ്യാപകമായി തന്നെ നടത്തിയിരുന്നു. പല കോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. തമിഴ്നാട്, കേരളം അതിർത്തിയിലടക്കം ആ രീതിയിലേക്ക് വരെ പോലീസിന്റെ അന്വേഷണം വന്ന് നീങ്ങിയിരുന്നു. പക്ഷേ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ കുഞ്ഞിനെ ഇവർ താമസിച്ചത് തൊട്ടടുത്തുള്ള ഇടത്ത് നിന്നായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് മാത്രമാണ് അതിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് പോലും. ഏതായാലും ഇപ്പോൾ ആ കേസിലാണ് ഹസൻകുട്ടിക്ക് 65 വർഷം തടവ് ഇപ്പോൾ പോക്സോ കോടതി തിരുവനന്തപുരം പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ 41 സാക്ഷികളെ വിസ്തരിക്കുകയും 62 രേഖകളും 11 തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷൻ വാദിച്ചത് ഹസൻകുട്ടിക്ക് നേരത്തെയും പോക്സോ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് എന്നുള്ള കാര്യം പ്രോസിക്യൂഷനെ തെളിയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അതിന്റെ ഒക്കെ ഒരു ബലത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം പോക്സോ കോടതി ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. 65 വർഷം തടവാണ് ഇപ്പോൾ ഹസൻകുട്ടിക്ക് വിധിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഏതായാലും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്നും ലഭിച്ച ഈ കുഞ്ഞിന്റെ സാമ്പിളുകൾ അത് ശാസ്ത്രീയ പരിശോധനയിൽ കുഞ്ഞിന്റേതാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. കുഞ്ഞിന്റെ മുടി ഈ പ്രതിയുടെ വസ്ത്രത്തിൽ നിന്നും ലഭിച്ചിരുന്നു. അത് തന്നെ ഈ കേസിൽ നിർണായകമായ ഒരു തെളിവായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു 65 വർഷം തടവിലേക്ക് ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷീജ, ഈ 65 വർഷം തടവെന്ന് പറയുന്നത് ഒന്നിച്ച് അനുഭവിക്കണമെന്നാണോ പറയുന്നത് കോടതി? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ? തീർച്ചയായും 65 വർഷം തടവ് എന്നുള്ളത് ഒന്നിച്ച് അനുഭവിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഇപ്പോൾ ഏകദേശം 18 മാസമാകുന്നു. 18 മാസത്തിനുള്ളിലാണ് ഇതിലൊരു ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക്, വിധി പ്രഖ്യാപനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ കോടതിയുടെ നിരീക്ഷണം, കോടതിയുടെ വിധിയിൽ പറയുന്നത് തവണയെ തന്നെ ഈ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഏതായാലും പ്രതിക്ക് 65 വർഷം തടവ് വിധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വിധിയായിരിക്കുന്നു, ശിക്ഷാവിധിയായിരിക്കുന്നു. ചാക്കയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി, 2.5 വയസ്സുള്ള കുട്ടിയാണെന്ന് ഓർക്കണം. ആ 2.5 വയസ്സുള്ള കുട്ടിയെ ഉറങ്ങിക്കിടന്ന പിഞ്ചു ബാലികയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ പ്രതിയായ ഹസൻകുട്ടിക്ക്, ആലുവ സ്വദേശിയാണ് ഹസൻകുട്ടിക്ക് കോടതി 65 വർഷം ശിക്ഷ വിധിച്ചിരിക്കുന്നത്.